ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കത്തിരിക്ക ഫ്രൈ ആണ്. വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണിത്. നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. കത്തിരിക്ക ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കത്തിരിക്കയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇച്ചിരി വലുപ്പം കൂടിയ ഒരെണ്ണമാണ്. ആദ്യം നമുക്ക് അതിന് വേണ്ടിയുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പ്ലേറ്റിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങൾ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ ചേർക്കാൻ പോകുന്നത് കോൺഫ്ലവറാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പായി ഇരിക്കാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. ഇതെല്ലാം കൂടി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത്രയും മസാലകൾക്ക് പുറമേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല, ചിക്കൻ മസാല ഇതൊക്കെ കുറച്ച് ചേർക്കാവുന്നതാണ്. നാടൻ രീതിയിലാണെങ്കിൽ നമ്മൾ ഇത്രയും മസാല മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ. മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കത്തിരിക്ക നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വലിയ കത്തിരിക്ക ആയതുകൊണ്ട് ചിലതൊക്കെ റൗണ്ടായിട്ട് വരുന്നുള്ളൂ. ആദ്യം നമുക്ക് 2 സൈഡിൽ നിന്നും കുറച്ച് കട്ട് ചെയ്ത് മാറ്റണം. ചില ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നത് പകുതിയിലൊക്കെയാണ് വരുന്നത്. നമുക്ക് ആദ്യം വേണമെങ്കിൽ പകുതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാതെ ഇത്തിരി റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കട്ട് ചെയ്യാവുന്നതാണ്. കറക്റ്റ് അളവിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്യുന്നതാണ് നല്ലത്. കട്ട് ചെയ്തതിന് ശേഷം ഇതിന് നമ്മൾ കഴുകാൻ പാടില്ല. നമ്മൾ ഫ്രൈക്കായതുകൊണ്ട് കഴുകിയതിനെയാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഈ മസാല നല്ലതുപോലെ ഇതിൽ തേച്ച് പിടിപ്പിക്കാം. ഞാൻ എല്ലാ കത്തിരിക്ക പീസുകളിലും മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊരു 15 മിനിറ്റിന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അത് കഴിഞ്ഞാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അതൊന്ന് ചൂടായപ്പോൾ ഞാൻ ഓരോ പീസ് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മുരിഞ്ഞ് കിട്ടുമ്പോഴത്തേക്ക് അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഏതാണ്ട് ഒരു സൈഡ് ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കുമ്പോൾ അവർ കഴിക്കും. വളരെ ടേസ്റ്റാണിത് കഴിക്കാനൊക്കെ. നമുക്കിതിനെ ഒന്ന് മറിച്ചിടാം. ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് മൊരിച്ചെടുക്കാവുന്നതാണ്. ഇത് ഏതാണ്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റാം. ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഒന്ന് ഓണാക്കുക. അത് ഓണാക്കിയാൽ തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.